ഏറെ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിവെച്ച മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന VBG റാംജി ബിൽ ഏകപക്ഷീയമായി പാസാക്കിയതോടെ പാർലമെന്റിലെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. വലിയ പ്രക്ഷോഭത്തിനാണ് പ്രതിപക്ഷം തുടക്കം കുറിക്കുന്നത്. വിഷ്ണു തലവൂർ വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, എല്ലാവിധ ജനാധിപത്യ അവകാശങ്ങളെയും ധ്വംസിച്ച അർദ്ധരാത്രിയിലാണ് ഇത്തരത്തിൽ ബില്ല് പാസാക്കുന്നത്. വലിയ പ്രതിഷേധമാണ്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അജിംഷാദ് 15 ദിവസത്തെ പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന് ഇന്നിപ്പോൾ അവസാനമായിരിക്കുകയാണ്. ലോക്സഭയും രാജ്യസഭയും അനിശ്ചിതകാലത്തേക്ക് പിരിയുകയും ചെയ്തു. മോദി സർക്കാരിന് അവർ കൊണ്ടുവന്ന ഏറെ വിവാദമായിട്ടുള്ള അവരുടെ അജണ്ടയായിട്ടുള്ള 3 പ്രധാനപ്പെട്ട ബില്ലുകളാണ് ഈ സഭാ സമ്മേളനത്തിൽ ഇപ്പോൾ പാസാക്കിയെടുത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും വലിയ പ്രതിഷേധം ഉയരുന്നത് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിച്ചുകൊണ്ട് പുതുതായി കൊണ്ടുവന്ന റാംജി ബില്ലിനെതിരെ തന്നെയാണ് ഇന്ന് വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നത്. എന്തായാലും ഈ ബില്ലിൽ കഴിഞ്ഞ 2 ദിവസവും അർദ്ധരാത്രി വരെയാണ് ലോക്സഭയിലും രാജ്യസഭയിലും നടപടിക്രമങ്ങൾ നീണ്ടുപോയത്. ഇന്നലെ രാജ്യസഭയിൽ 12:15 കൂടിയാണ് ബില്ല് ഏകപക്ഷീയമായി പാസാക്കുന്ന ഒരു സമീപനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പ്രത്യേകിച്ച് വലിയ പ്രതിഷേധം ഇന്നലെ രാജ്യസഭയിലും അരങ്ങേറിയിരുന്നു. ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് വിടണം എന്നതാണ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ പ്രതിപക്ഷ അംഗങ്ങൾ മുന്നോട്ട് വെച്ചെങ്കിലും അതൊക്കെ തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ബില്ല് പാസ്സാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എന്തായാലും വലിയ പ്രതിഷേധം തന്നെയാണ് വിഷയത്തിൽ ഉയർന്നു വരുന്നത്. തൃണമൂൽ കോൺഗ്രസ് എംപിമാർ 12 മണിക്കൂർ ധർണ ഇപ്പോൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ പാർലമെന്റ് വളപ്പിൽ പ്രതിപക്ഷ അംഗങ്ങളൊക്കെ തന്നെ വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഏതായാലും ഈ വിഷയത്തിൽ പാർലമെന്റിന്റെ പുറത്തേക്ക് പ്രതിഷേധം വ്യാപിപ്പിക്കാനാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ റാംജി ബില്ലിന് പുറമെ മറ്റ് 2 ബില്ലുകൾ എന്ന് പറയുന്നത് ട്രംപ് ഭരണകൂടത്തിന് ശരി, വിഷ്ണു തലവൂരാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്. വലിയ പ്രതിഷേധമാണ്. പ്രതിഷേധത്തിന് അനുമതി നിഷേധിച്ചുകൊണ്ട് ദില്ലി പോലീസിന്റെ ഇടപെടൽ, ഇതിൻ്റെയൊക്കെ സമഗ്ര വിവരങ്ങളാണ് വിഷ്ണു തലവൂർ നൽകിയത്.